UN ദുരന്ത ലഘൂകരണ വിഭാഗം മേധാവിയായ മുരളി തുമ്മാരുകുടി യാത്രക്കാരും താമസക്കാരും ശ്രദ്ധിക്കേണ്ട സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഹോട്ടലുകളിൽ മുറിയെടുക്കുമ്പോൾ മാത്രമല്ല, സ്വന്തം വീടിന്റെ ഓഫീസ് കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന കർശന നിലപാടാണ് തുമ്മാരുകുടി പങ്കുവച്ച 2-നും 7-നും ഇടയിലെന്ന നിയമത്തിന്റെ കാതൽ. തന്റെ തൊഴിലിന്റെ ഭാഗമായി നിരന്തരം ഹോട്ടൽ താമസങ്ങൾ ആവശ്യമായി വരുന്നതിനാലാണ് സുരക്ഷാ വിഷയങ്ങളിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തുന്നത്. ഓരോ യാത്രയിലും മകൻ സിദ്ധാർത്ഥ് വിളിക്കുമ്പോൾ ഏത് ഫ്ലോറിലാണ് മുറി കിട്ടിയത് എന്ന് ചോദിക്കുന്നതും പതിവാണെന്നും അദ്ദേഹം പറയുന്നു. ഇതിന് പിന്നിൽ ഒരു സുരക്ഷാ പാഠമുണ്ട്. ഏത് ഹോട്ടലിലും മുറി എടുത്താലും 2ാമത്തെ നിലയ്ക്ക് മുകളിലും 7ാമത്തെ നിലയ്ക്ക് താഴെയും മാത്രമേ മുറി എടുക്കാവൂ എന്ന് മകനെ പഠിപ്പിച്ച കാര്യം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചു. ഈ 2-7 നിയമത്തിന് പിന്നിൽ കൃത്യമായ സുരക്ഷാ കാരണങ്ങളുണ്ട്. 2ാമത്തെ നിലയ്ക്ക് മുകളിൽ മുറിയെടുക്കാൻ പറയുന്നതിന്റെ കാരണം പ്രധാനമായും 2 അപകട സാധ്യതകൾ ഒഴിവാക്കാനാണ്. ഒന്നാമതായി, താഴെയുള്ള നിലകളിലേക്ക് കള്ളന്മാർ എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സുരക്ഷാ വീഴ്ചകൾ ഒഴിവാക്കാൻ ഉയരം ഒരു പരിധിവരെ സഹായിക്കും. 2ാമതായി, ഹോട്ടലിന് പുറത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ. ഒരു ബോംബ് സ്ഫോടനമോ അടുത്തുള്ള റോഡിൽ ടാങ്കർ ലോറി അപകടമോ ഉണ്ടായാൽ അതിന്റെ പ്രഹരമോ തീവ്രതയോ ഏറ്റവും കൂടുതൽ ബാധിക്കുക താഴത്തെ നിലകളെയാണ്. പുറത്തു നിന്നുള്ള അപകടങ്ങളിൽ നിന്ന് മുറിയെ സംരക്ഷിക്കാൻ 2ാമത്തെ നിലയ്ക്ക് മുകളിലുള്ള താമസം ഉചിതമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ മുറി 7ാമത്തെ നിലയ്ക്ക് താഴെ ആയിരിക്കണമെന്ന നിർദ്ദേശം സുരക്ഷയെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ കെട്ടിടത്തിൽ അഗ്നിബാധ ഉണ്ടായാൽ ലിഫ്റ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ താമസക്കാർക്ക് വേഗത്തിൽ പടികൾ ഇറങ്ങി സുരക്ഷിതമായി പുറത്തെത്താൻ സാധിക്കുന്ന ഉയരമാണ് പരിഗണിക്കേണ്ടത്. 7ാമത്തെ നിലയ്ക്ക് മുകളിൽ താമസിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് കാലതാമസം വരുത്തുകയും ആളുകൾക്ക് വേഗത്തിൽ താഴെത്താൻ കഴിയാതെ വരികയും ചെയ്യും. ഹോങ്കോങ്ങിൽ അടുത്തിടെ ഉണ്ടായ അതിഭീകരമായ അഗ്നിബാധയുടെ പശ്ചാത്തലത്തിലാണ് ഈ സുരക്ഷാ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ താൻ തീരുമാനിച്ചതെന്ന് തുമ്മാരുകുടി പറയുന്നു. അവിടെ മരണസംഖ്യ 50 കടക്കുകയും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗ്രെൻഫെൽ ടവർ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി ഇത് മാറിയേക്കാം എന്നും അദ്ദേഹം ആശങ്കപ്പെടുന്നു. ഈ സുരക്ഷാ നിർദ്ദേശം ഹോട്ടൽ മുറികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഓഫീസ് കെട്ടിടങ്ങൾ, സ്വന്തം വീടുകൾ എന്നിവയുടെ കാര്യത്തിലും ബാധകമാണോ എന്ന ചോദ്യത്തിന് ബാധകമാണ് എന്നാണ് മുരളി തുമ്മാരുകുടിയുടെ മറുപടി. അപകടങ്ങൾക്ക് സ്വന്തം വാടക ഓഫീസ് എന്നൊന്നുമില്ല. അപകട സാധ്യതകൾ എല്ലായിടത്തും ഒരുപോലെ നിലനിൽക്കുന്നു. എങ്കിലും ഓഫീസിന്റെ കാര്യത്തിൽ ഇഷ്ടമുള്ള ഫ്ലോർ തിരഞ്ഞെടുക്കാൻ ജീവനക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. അപ്പോൾ മറ്റ് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇടയ്ക്കിടെ മോക്ക് ഡ്രിൽ നടത്തുക, ജീവനക്കാർ തന്നെ എമർജൻസി സ്റ്റെയർ വെല്ലുകൾ ക്ലിയർ ആണോ എന്ന് ഉറപ്പുവരുത്തുക, പഴയ ഫർണിച്ചറുകൾ കൂട്ടിയിട്ടില്ലെന്നും വാതിലുകൾ പൂട്ടിയിട്ടില്ലെന്നും പരിശോധിക്കുക എന്നിവ പ്രധാനമാണ്. വീടിന്റെ കാര്യത്തിൽ കൂടുതൽ ഉയരത്തിൽ താമസിക്കുന്നതാണ് ഭംഗിയെങ്കിലും കൊച്ചി പോലുള്ള നഗരങ്ങൾ 7 നിലയിൽ പോലും കൊതുകുകൾ എത്താൻ സാധ്യതയുണ്ടെന്ന തമാശ കലർന്ന ഒരു നിരീക്ഷണവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരം കൊതുക് കടി സഹിക്കണോ, അതോ ഉണ്ടാകാൻ സാധ്യതയുള്ള അഗ്നിബാധയ്ക്ക് വേണ്ടി മുൻകരുതലുകൾ എടുത്ത് ഉയരം കുറഞ്ഞ നില തിരഞ്ഞെടുക്കണോ എന്നത് ഒരു റിസ്ക് മാനേജ്മെന്റ് ആണെന്നും അദ്ദേഹം പറഞ്ഞു നിർത്തി. മുരളി തുമ്മാരുകുടിയുടെ ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ ദുരന്ത ലഘൂകരണത്തിലെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ രൂപപ്പെടുത്തിയതാണ്. ഓരോ വ്യക്തിയും സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ശക്തമായ സന്ദേശമാണ് ഈ പോസ്റ്റ് നൽകുന്നത്.